കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട, ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ, സഞ്ചാരികളെ തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന വശ്യമനോഹരമായ മൂന്നാറിൽ 3 ആറുകൾ ഒന്നിക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ മൂന്നാർ ടൗണിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന 3 കുന്നുകളിലായി 3 മതങ്ങളുടെ 3 ആരാധനാലയങ്ങൾ മൂന്നാർ ടൗണിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്നു. അതേക്കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി. ഇനിയുണ്ട് മൂന്നാറിന് വളരെ വലിയൊരു പ്രത്യേകത. 3 എന്ന് പറയുന്ന സംഖ്യയായിട്ട് മൂന്നാറിന് വളരെ ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. മൂന്നാറിൽ 3 സംസ്കാരങ്ങൾ ഒന്നിക്കുന്നത് കാണാം. 3 സംസ്കാരങ്ങൾ ഒന്നിക്കുന്ന നാടാണ് മൂന്നാർ. ഇംഗ്ലീഷ്, തമിഴ്, മലയാളം അങ്ങനെ 3 സംസ്കാരങ്ങൾ ഒന്നിക്കുന്ന നാടാണ് മൂന്നാർ. യൂറോപ്യൻ പ്ലാന്റേഴ്സ് 1878 ശേഷം ഇവിടെ തേയില പ്ലാന്റ് ചെയ്തപ്പോൾ, ഇതൊരു എസ്റ്റേറ്റ് ആക്കി മാറ്റിയപ്പോൾ ഇവിടെ ഒരുപാട് കൃഷികൾ യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഇവിടെ തേയില, സിങ്കോണ, സിസൽ, ഏലം അങ്ങനെ ഒരുപാട് കൃഷികൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ, ഇവിടെ ഒരുപാട് കൃഷികൾ തുടങ്ങിയപ്പോൾ ഒരുപാട് യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഇവിടെ വന്നു. അവർ ഒരുപാട് കാലം ജീവിച്ചത് ഈ മൂന്നാറിലായിരുന്നു. ഇപ്പോൾ യൂറോപ്യൻസ് എല്ലാം തിരികെ പോയി. 1985 വരെ ഇവിടെ യൂറോപ്യൻസ് ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം മൂന്നാറിൽ നിന്ന് തിരികെ പോയത് MRP ലാപ്പിനായിരുന്നു. അദ്ദേഹം തിരികെ പോയത് 1985 അദ്ദേഹത്തിൻ്റെ സ്വദേശമായ അയർലൻഡിലേക്കായിരുന്നു അദ്ദേഹം തിരികെ പോയത്. അങ്ങനെ ഒരുപാട് യൂറോപ്യൻസ് ഇവിടെ ഉണ്ടായത് മൂലം യൂറോപ്യൻ സംസ്കാരം അന്നിവിടെ രൂപപ്പെട്ടു. ഇപ്പോഴും നിങ്ങൾ മൂന്നാറിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. 1911 യൂറോപ്യൻസ് നിർമ്മിച്ച കൊളോണിയൽ സ്റ്റൈലിലുള്ള മൂന്നാർ CSI ചർച്ചും അവിടെ അന്തിയുറങ്ങുന്ന അന്ന് ഈ ചർച്ച് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുൻകൈയെടുത്ത AFF മാർട്ടിനും അന്ന് ഇവിടുത്തെ കുണ്ടലവാലി റെയിൽ അന്നിവിടെ ട്രെയിൻ ഓടിച്ച സമയത്തെ ജനറൽ മാനേജർ ആയിരുന്ന PR ബുക്കണനും അങ്ങനെ ഒരുപാട് യൂറോപ്യൻസ് അന്തിയുറങ്ങുന്ന ആ സെമിത്തേരിയും അവർ നിർമ്മിച്ച 1900 ശേഷം നിർമ്മിച്ച കണ്ണൻദേവൻ കമ്പനിയുടെ റീജിയണൽ ഓഫീസും അവരുടെ ലോഡ് ചെയ്ത ചർച്ചും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇപ്പോഴും മൂന്നാർ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ യൂറോപ്യൻ സംസ്കാരം ഇവിടെ മൂന്നാറിൽ രൂപപ്പെട്ടു. കണ്ണൻദേവൻ മലനിരകൾ എന്ന ഈ കൊടുങ്കാടുകൾ തേയിലക്കൃഷിക്കും മറ്റ് കൃഷികൾക്കും അനുയോജ്യമാണെന്ന് അറിഞ്ഞതോടുകൂടി വളരെയധികം പ്ലാന്റേഴ്സ് പല ഭാഗത്തു നിന്നും ഇവിടെ എത്തി. ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ഒരുപാട് ആൾക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്നു. ഇവിടെ കങ്കാണിമാർ എത്തി. കങ്കാണിമാരും യൂറോപ്യൻ പ്ലാന്റേഴ്സും എല്ലാം കൂടി ചേർന്നിട്ട് തമിഴ്നാടിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാരെ ഇവിടെ എത്തിച്ചു. തമിഴ്നാട് എന്ന് പറഞ്ഞുകൂടാ, അന്ന് ശരിക്കും നാട്ടുരാജ്യങ്ങളായിരുന്നു. എന്നാലും മധുര, ചെങ്കൽപ്പേട്ട്, നാഗർകോവിൽ അങ്ങനെ തെങ്കാശി പല ഭാഗത്തു നിന്നും ഒരുപാട് തമിഴ് ആളുകളെ ഇവിടെ എത്തിച്ചു. ഒരുപാട് ആളുകൾക്ക് ഇവിടെ ജോലി നൽകി. അവരെല്ലാം കൂടി ഇവിടുത്തെ കാടുകൾ വെട്ടി അതിനുശേഷം ഇവിടെ തേയില, സിസൽ, സിങ്കോണ, ഏലം, റബ്ബർ അങ്ങനെ പല വിളകൾ നട്ടു. പല വിളകൾ ആദ്യകാലങ്ങളിൽ പരീക്ഷിച്ചു. അതിനുശേഷം പിന്നീട് ഇവിടെ തേയിലയാക്കി. അങ്ങനെ ഒരുപാട് തമിഴ് ആളുകൾ ഇവിടെ വന്നത് കൊണ്ടിട്ടാണ് ഇവിടെ തമിഴ് സംസ്കാരം രൂപപ്പെട്ടത്. ഇപ്പോഴും നിങ്ങൾ മൂന്നാറിൽ പോയി നോക്കൂ, ഒരുപാട് ആളുകൾ തമിഴ് സംസാരിക്കുന്നവരാണ് മൂന്നാറിൽ. എല്ലാവരും തമിഴ്, മലയാളം മിക്സ്ഡ് ഒരു കൾച്ചറാണ് ഇപ്പോൾ മൂന്നാറിലുള്ളത്. ഇംഗ്ലീഷ് സംസ്കാരവും തമിഴ് സംസ്കാരവും മൂന്നാറിൽ രൂപപ്പെട്ടതുപോലെ തന്നെ മലയാള സംസ്കാരം രൂപപ്പെട്ടു. അന്ന് ഇവിടെ ഈ എസ്റ്റേറ്റുകൾ തുടങ്ങി നിരവധി ബിൽഡിങ്ങുകളുടെ വർക്കുകൾ നടക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറേ ആളുകൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും എത്തി. കേരളം എന്ന് പറഞ്ഞുകൂടാ, അന്ന് തിരുവിതാംകൂർ, കൊച്ചിൻ, മലബാർ എന്നൊക്കെയുള്ള നാട്ടുരാജ്യങ്ങളാണല്ലോ. ആ സ്ഥലങ്ങളിൽ നിന്നും, അതായത് എറണാകുളം, കോലഞ്ചേരി, തിരുവല്ല, കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് മലയാളികളും ഇവിടെ എത്തി. അവർ ഇവിടുത്തെ കോൺട്രാക്റ്റ് വർക്കുകളും പുതിയ മൂന്നാർ ടൗണിൻ്റെ വർക്കുകളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബംഗ്ലോസിൻ്റെ നിർമ്മാണങ്ങളും ഒക്കെ ഏറ്റെടുത്തിട്ട് അവരും ഇവിടെ ഈ മൂന്നാർ പട്ടണത്തിൽ എല്ലാവരും ഒരുപോലെ തന്നെ താമസിച്ചു. അങ്ങനെയാണ് ഇവിടെ തമിഴ് സംസ്കാരവും ഇംഗ്ലീഷ് സംസ്കാരവും എത്തിയതുപോലെ തന്നെ മലയാള സംസ്കാരവും ഈ കൊടുങ്കാടുകളായ കണ്ണൻദേവൻ കുന്നുകളിൽ മൂന്നാറിൽ എത്തുന്നത്. മൂന്നാറിൽ 3 ആറുകൾ ഒന്നിക്കുന്നത് കണ്ടു. മൂന്നാർ ടൗണിലെ 3 കുന്നുകളിലെ 3 മതങ്ങളുടെ 3 ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ മൂന്നാറിലെ 3 സംസ്കാരങ്ങൾ, ഇംഗ്ലീഷ് സംസ്കാരം, തമിഴ് സംസ്കാരം, മലയാള സംസ്കാരം, അങ്ങനെ മൂന്നാറിലെ 3 സംസ്കാരങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് മൂന്നാറിൽ 3 ആറുകൾ ചേർന്നിട്ട് ഒറ്റയാറായി മാറി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഒറ്റയാറായിട്ട് മാറിയ ആറിന് പറയുന്ന പേര് മുതിരപ്പുഴയാർ എന്നാണ്. മുതിരപ്പുഴയാർ എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ ഇല്ലയോ എന്നെനിക്കറിയത്തില്ല. പക്ഷേ
നമ്മൾ ഒരുപാട് ആൾക്കാർ നമുക്ക് കുറേ ജനറൽ നോളജും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ജനറൽ നോളജ് വേണം. കാരണം ഈ മുതിരപ്പുഴയാറിന് വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. നമ്മൾ എല്ലാവരും ഇപ്പോൾ ലൈറ്റ് വൈദ്യുതി ഇലക്ട്രിസിറ്റി ഇതിൻ്റെ എല്ലാം വളരെ വലിയ ഉപയോഗം. നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാതെ കറണ്ട് ഇല്ലാതെ നമുക്ക് ഒരു നേരം പോലും ഇരിക്കാൻ പറ്റില്ല. ഒരു പഴയ ജനറേഷൻ ആണെങ്കിൽ ഈ കറണ്ട് ഒന്നും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അവരെല്ലാം മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്നായിരുന്നു പഠിച്ചതും ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിരുന്നത്. ഇവിടെ ഇലക്ട്രിസിറ്റിയെ കുറിച്ചിട്ട് കറണ്ടിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കാനുള്ള കാര്യം, കേരളത്തിൽ അല്ലെങ്കിൽ കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പ് 1956 മുൻപ് തിരുവിതാംകൂറിൽ ഏറ്റവും ആദ്യം ഇലക്ട്രിസിറ്റി കണ്ടത് ഈ മുതിരപ്പുഴയാറിൽ നിന്ന് ഉത്ഭവിച്ച വെള്ളത്തിൽ നിന്നുമായിരുന്നു ഏറ്റവും ആദ്യം കറണ്ട് എടുത്തത്. അതായത് കേരളത്തിലെ തിരുവിതാംകൂറിലെ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റിൻ്റെ അതിനുവേണ്ട വെള്ളം എടുത്തതും ഇവിടെ കറണ്ട് ഉൽപ്പാദിപ്പിച്ചതും ഈ 3 ആറുകൾ ഒന്നായതിനു ശേഷം ഒറ്റ ആറായിട്ട് മാറിയ മുതിരപ്പുഴയാറിൽ നിന്നുമുള്ള വെള്ളത്തിൽ നിന്നുമാണ് ഇവിടെ ഏറ്റവും ആദ്യം കേരളത്തിൽ തിരുവിതാംകൂറിൽ കറണ്ട് എടുത്തത്. അതിനുശേഷമാണ് ഈ കേരള ജനത അല്ലെങ്കിൽ നമ്മളെല്ലാം ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു വലിയ ഫെസിലിറ്റീസും അതിൻ്റെ ഗുണങ്ങൾ എല്ലാം എൻജോയ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഏറ്റവും ആദ്യം കറണ്ട് എടുത്തത് അല്ലെങ്കിൽ മൂന്നാറിൽ ഏറ്റവും ആദ്യം കറണ്ട് എടുത്തത് 1901 അതായത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ പവർ പ്രോജക്ട്സ് തുടങ്ങുന്നത് 1900 ആ ഒരു കാലയളവിലാണ്. ആ കാലയളവിൽ ഇന്ത്യയിലെയും ഏറ്റവും ആദ്യം 1900 ഇവിടെ യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഇവിടെ അവർ പവർ പ്രൊഡ്യൂസ് ചെയ്തു. ഈ മുതിരപ്പുഴയാറിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിൽ നിന്നും അവർ പവർ പ്രൊഡ്യൂസ് ചെയ്തു. അതിന് തൊട്ടു മുമ്പ് ഇന്ത്യയിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 സ്ഥലം, ഒന്ന് കർണാടകത്തിലെ കോലാറിലും പിന്നൊന്ന് ആസാമിലും, അതും ബ്രിട്ടീഷുകാർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതൊക്കെ തമ്മിൽ ഒരു 2-3 വർഷങ്ങളിലെ വ്യത്യാസമേ ഉള്ളൂ. യൂറോപ്യൻ പ്ലാന്റേഴ്സാണ് ഇതെല്ലാം ചെയ്തത്. ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അതെന്നാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്നാണ് നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങിയത് എന്നൊക്കെ നമ്മൾ അറിയണ്ടേ. ഇതെല്ലാം ജനറൽ നോളജാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ ജനറൽ നോളജുകൾക്കും പുതിയ അപ്ഡേറ്റുകൾക്കും എല്ലാമായിട്ട് നിങ്ങൾ ചാനൽ കാണൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കാണാം അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.